7 സെന്റ് സ്ഥലത്ത് 2948 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച നല്ലൊരു വീട്. വീട് വരുന്നത് എറണാകുളം ജില്ലയിലാണ്. ഇൻഫോ പാർക്കിൽ നിന്നും 6 കിലോമീറ്റർ മാറി കുഴുവേലിപ്പടി എന്ന സ്ഥലത്താണ് വീട് വരുന്നത്. ഒരു മനോഹരമായിട്ടുള്ള ഡിസൈനാണ്, ഒരു ട്രഡീഷണൽ ഡിസൈൻ എല്ലാം വീട് നിർമ്മിച്ചത്. നല്ലൊരു വീടാണ് ഈ വീട്. വീട്ടിൽ നമുക്ക് 5-6 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന വീടിനെ കുറിച്ചാണ്. ഒരു ട്രഡീഷണൽ ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഒരു എ ടൈപ്പ് സ്ട്രക്ചർ കാണാം. വലിയൊരു ബാൽക്കണി സ്പേസ് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ട്രഡീഷണൽ ഡിസൈനിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നല്ലൊരു എലവേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സ്ക്വയർ ട്യൂബിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഏരിയ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കാർ പോർച്ചും ഒരു കോർട്ട്യാർഡ് സ്പേസും എല്ലാം കൂടിയാണ് അത് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ മുറ്റത്ത് അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ലഭ്യമായിട്ടുണ്ട്. നമുക്ക് ആദ്യം റോഡൊന്ന് നോക്കാം. റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് റോഡ്. ഏകദേശം ഒരു 5 മീറ്റർ വിടുത്തുള്ള നല്ലൊരു റോഡ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മെയിൻ റോഡിലേക്ക് വരുന്ന ദൂരം ഏകദേശം ഒരു 800 മീറ്ററൊക്കെയാണ് ഈ വീട്ടിൽ നിന്ന് വരുന്നത്. 2 വീടുകളാണ് ഒരേപോലത്തെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ വീടാണ് പൂർണ്ണമായും പണി തീർന്നിരിക്കുന്ന വീട്. ഇവിടെയും ഒരു വീട് അവൈലബിൾ ആണ്. സെയിം എലവേഷനും സെയിം സ്ക്വയർ ഫീറ്റും എല്ലാമായിട്ട് വരുന്ന നല്ലൊരു വീട് അവിടെയും അവൈലബിൾ ആണ്. വീടിൻ്റെ മതിൽ ഇതാണ്. സിമ്പിളായിട്ടുള്ള മതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കണ്ടംപററി ഡിസൈനിൻ്റെ ഇതിലാണ് ഇവിടുത്തെ മതിൽ വരുന്നത്. ഇവിടെ ടെക്സ്ചറാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ക്ലാഡിങ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ടെറാക്കോട്ട ടൈലിൻ്റെ ക്ലാഡിങ്ങും ചെയ്തിരിക്കുന്നു. ഇതാണ് ഗേറ്റ്. സ്ലൈഡിങ്ങിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. ഒരു ഭാഗത്തേക്ക് സ്ലൈഡ് ചെയ്യാം, ഒരു ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്യാവുന്ന ഗേറ്റുമാണ് വരുന്നത്. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോഴാണ് സ്ഥല സൗകര്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. വലിയ ഏരിയ നോക്കിയാൽ തന്നെ അറിയാം, നല്ല സ്പേഷ്യസ് ആണ് ഇവിടെ എല്ലാം. ബാക്കിലേക്ക് ഇറങ്ങി നോക്കിയാൽ അറിയാം. നോക്കിയാൽ ഒരുപാട് സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആവുന്നുണ്ട്. കണ്ടോ, ഇത്രയും വലിയ സ്പേസ് ആണ്. ഒരു 6 വാഹനമെങ്കിലും നമുക്ക് മിനിമം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ നല്ലൊരു ചെടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഒരു ഗാർഡൻ സ്പേസുകൾ വീടിൻ്റെ ചുറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെ ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് കൊടുത്തിട്ട് അതിനിടയിലായിട്ട് നാച്ചുറൽ ഗ്രാസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ കലാത്തിയ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേറൊരു ടൈപ്പുള്ള ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ കിണർ വെള്ളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. വടക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്താണ് കിഴക്ക് വശമാണിത്. അപ്പോൾ വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണർ വരുന്നത്. ഇവിടെയും ചെറിയ പ്ലാന്റർ ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അതേപോലെ തന്നെ ചെറിയ ചെടിയൊക്കെ വെക്കാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ പുറത്തൊരു കോർട്ട്യാർഡ് സ്പേസ് നമ്മൾ നേരത്തെ പറഞ്ഞതിന് മുകളിലേക്ക് പറയാം. സ്ക്വയർ ട്യൂബിലാണ് ഈ ഏരിയ ചെയ്തിരിക്കുന്നത്. ടൈലാണ് അവിടെ, ഓടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു നീളത്തിലുള്ള ഒരു കോർട്ട്യാർഡ് സ്പേസ് ആണ്. നമ്മൾ നേരത്തെ ആ വീഡിയോ തുടങ്ങിയപ്പോൾ കണ്ട സ്പേസ് ഇവിടെയാണ് വരുന്നത്. ഇവിടെ ക്ലാഡിങ് ടൈലുകൾ, ആ ചെങ്കല്ലിൻ്റെ ക്ലാഡിങ് ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത് പോളിഷ് ചെയ്തിരിക്കുകയാണ്. ഇത് സ്ക്വയർ ട്യൂബിൽ ചെയ്തിട്ട് അവിടെ എല്ലാം ഓട് നൽകിയിരിക്കുന്നു. ഇവിടെ എല്ലാം വലിയ സ്ക്വയർ ട്യൂബിൻ്റെ ട്യൂബുകളാണ് ഇവിടെ ഇതിൻ്റെ താങ്ങി നിർത്താനായിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. സിറ്റ് ഔട്ട് നീളത്തിലുള്ളൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. ഇവിടെ ക്ലാഡിങ് ടൈലുകൾ ഇതിൻ്റെ ഫ്രണ്ട് ഏരിയയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇവിടെ ടൈലാണ്, ഫുൾ ബോഡി ടൈലാണ് നൽകിയിരിക്കുന്നത്. സൈഡിലായിട്ട് ഗ്രാനൈറ്റ് ഓടിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്ലാഡിങ് ടൈലുകൾ ഒട്ടിച്ച 2 പില്ലറുകൾ കാണാം. വീടിൻ്റെ ചുറ്റും അത്യാവശ്യം നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. മെറ്റൽ ചിപ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് സിറ്റ് ഔട്ട് കാണാം. സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഭിത്തിയിൽ ക്ലാഡിങ് ടൈലുകൾ ഒട്ടിച്ചിട്ട് ഇവിടെ വുഡൻ ഡിസൈനിൽ വരുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ക്ലാഡിങ് ടൈലുകൾ പോളിഷ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഇത് വുഡൻ ജനലാണ് കൊടുത്തിരിക്കുന്നത്. അത് റോസ് വുഡിൻ്റെ പോളിഷിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ തേക്കുഡിലാണ് മെയിൻ ഡോർ. നല്ലൊരു വുഡ് ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്റ്റീലിൻ്റെ സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ലിവിങ് സ്പേസിലേക്കാണ് ഡോർ തുറന്ന് കയറി വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ലിവിങ് സ്പേസ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ജനൽ കൊടുത്തിട്ടുണ്ട്. ജനലുകൾക്കെല്ലാം സാധാരണ പഴയ വീടുകൾക്കുള്ള അഴികൾ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഇതേപോലുള്ള അഴികൾ കൊടുത്തിട്ടുണ്ട്. ടൈലുകളിലേക്ക് വരികയാണെങ്കിൽ വലിയ ടൈലാണ് നൽകിയിരിക്കുന്നത്. 5-2.5 ടൈലാണ് ഇവിടെ വരുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ വുഡൻ ഡിസൈനിൽ നമ്മുടെ ഗോൾഡൻ സ്ട്രിപ്പുകൾ നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഈ ഭിത്തിയിൽ വാൾപേപ്പറാണ് നൽകിയിരിക്കുന്നത്. TV യൂണിറ്റാണ് ഈ ഏരിയയിൽ വരുന്നത്. താഴെയും മുകളിലും അതിൻ്റെ സ്റ്റോറേജ് സ്പേസുകളും ക്യൂരിയോ ഷെൽഫും ലെഡ്ജും ഒക്കെ ആയിട്ട് നൽകിയിരിക്കുന്നു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ആർക്കി ഡ്രൈവാണ് ഈ പോകുന്നത്. ഒരു ആർക്കി ഡ്രൈവ് വരുന്നുണ്ട്. അവിടെ LED ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വന്നാൽ ഇതാണ്
ഡൈനിങ് ഏരിയ നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് ആണ്. കണ്ടാൽ തന്നെ അറിയാം നല്ല സ്പേഷ്യസ് ആണ് ഈ ഡൈനിങ് സ്പേസ്. ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് ഈ ഏരിയ ഒരുക്കിയിരിക്കുന്നത്. മുകളിലോട്ട് നോക്കിയറിയാം ഡബിൾ ഹൈറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ കിച്ചണാണ് വരുന്നത്. കിച്ചണിലേക്ക് വരുമ്പോൾ 2 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വലിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിരിക്കുന്നു. ഒരു തുർക്കി സ്റ്റൈലിലൊക്കെ വരുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റാണ് ഇവിടെ വരുന്നത്. ഇവിടെ ആർക്കി ഡ്രൈവ്. ഈ കിച്ചണിലേക്ക് വരുമ്പോൾ ഇവിടെ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന വുഡൻ ഫിനിഷിലുള്ള ടൈലാണ്. യു ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ്. ഇവിടെ വാൾ ടൈലുകൾ നൽകിയിട്ടുണ്ട്. ഇത് മാറ്റ് ഫിനിഷാണ് വരുന്നത്. താഴെയും മുകളിലുമൊക്കെ ആയിട്ട് കബോർഡുകൾ ഒരുക്കിയിട്ടുണ്ട്. വൈറ്റ് കളറും വുഡൻ ഡിസൈനും വരുന്ന കബോർഡുകളാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു സിങ്കും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ ബാക്ക് വശമാണ് ഒരു വർക്ക് ഏരിയ സ്പേസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് വർക്ക് ഏരിയ സ്പേസ്. ഫുള്ളി കവേർഡായിട്ടുള്ള സ്പേസാണ്. വലിയൊരു ഏരിയ തന്നെ നമുക്കിവിടെ അവൈലബിൾ ആവുന്നുണ്ട്. ഷീറ്റ് പോളികാർബണേറ്റ് ഷീറ്റ് ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റഫ് വർക്കുകളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പും ഒരു സിങ്കും ഒക്കെ ആയിട്ട് ഇവിടെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളുണ്ട് ഈ വീടിന്. നമുക്ക് അങ്ങോട്ട് പോകാം. ഈ ഭിത്തി നമുക്ക് നോക്കിയാൽ അറിയാം. ഇത് ഒരു ഹൈലൈറ്ററായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇവിടെ വാൾ ക്ലാഡിങ്ങുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് വാഷ് കൗണ്ടർ ഏരിയ. വാഷ് കൗണ്ടർ ഏരിയ കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത് ഒരു ഐലൻഡ് ടൈപ്പിലാണ്. ഇവിടെ ജാഗ്വാറിൻ്റെ വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ടച്ച് മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വുഡൻ ഡിസൈനിൽ വരുന്ന ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ വാളിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇവിടെ കബോർഡുകളും വാൾ പേപ്പറുകളൊക്കെ ആയിട്ട് നൽകിയിരിക്കുന്നത്. എൻ്റെ 2 വശത്തും ബെഡ്റൂമുകളാണ്. അത് ഈ ബെഡ്റൂം നോക്കാം. നല്ല ഫിനിഷിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡോറാണിത്. ഇതാണ് ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ ഈ ഭിത്തിയിൽ മാത്രം ഒരു ഗ്രീൻ കളറുള്ള പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളറിലാണ് ഇവിടെയുള്ള ജനലുകളും കമ്പികളും എല്ലാം പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. പോൾ സീലിംഗ് വർക്ക് അധികം ചെയ്തിട്ടില്ല. ആ സീലിങ്ങിൽ തന്നെ 3 ലൈറ്റുകൾ കൊടുത്തിരിക്കുകയാണ്. ഇവിടെയാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. നല്ല ഫിനിഷിങ്ങിൽ വന്ന് നല്ലൊരു വാർഡ്രോബ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡിലുകളെല്ലാം സ്റ്റീൽ നൽകിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു വർക്കിംഗ് ടേബിൾ പോലെ ചെയ്തിരിക്കും. ഇതാണ് ബാത്റൂമിൻ്റെ ഡോറ്. ഫൈബർ ഡോറാണ് ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത്. 2 ഡിഫറെൻറ്റ് കളറുള്ള ടൈലുകൾ ഒട്ടിച്ച ബാത്റൂമാണ്. മാറ്റ് ഫിനിഷാണ് നിങ്ങൾക്ക് വരുന്നത്. ഇവിടെ വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിട്ടുണ്ട്. സെറയുടേതാണ് സാനിറ്ററി ഫിറ്റിങ്സുകൾ എല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ ക്ലോസറ്റാണ്, കൺസീൽഡ് ഫ്രഷ് ടാങ്കായിട്ടുള്ള ക്ലോസറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇത് 2ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിന് നേരെ ഓപ്പോസിറ്റുള്ള വശത്താണ്. ഇവിടെയും അതേപോലെ തന്നെ ഇവിടെ ഒരു ജനൽ മാത്രം കൊടുത്തിരിക്കുന്നു. ജനലുകൾ വലിയ സാധാരണ ഒരു 50 സെൻറ്റിമീറ്ററൊക്കെയാണ് ജനലുകളുടെ വലിപ്പം വരെ. ഇതൊരു 60ക്ക് മുകളിൽ എന്തായാലും ഉണ്ട്. അപ്പോൾ വലിയ ജനലുകളാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ്, നാച്ചുറൽ ലൈറ്റ് വീടിൻ്റെ അകത്ത് കാണാം. ഇത് വാർഡ്രോബാണ്. നേരത്തെ കണ്ട അതേ വാർഡ്രോബ് ഇവിടെയും അതേ ഒരു ഭംഗിയുള്ള വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. ബാത്റൂം ഇതാണ്. ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. ഇത് ഗ്ലോസി ഫിനിഷിലാണ് ഈ വാൾ ടൈല് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ലീഫിൻ്റെയൊക്കെ ഹൈലൈറ്റർ വരുന്ന ടൈല് പൊട്ടിച്ചിട്ടുണ്ട്. ഇത് ഷവർ ഏരിയയാണ്. ക്ലോസറ്റും മറ്റേ വാഷ് ബേസിനും എല്ലാം സെറ എന്ന കമ്പനിയുടേതുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താഴത്തെ നിലയിൽ ഏകദേശം നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കൊരു കോർട്ട്യാർഡ് സ്പേസ് നമ്മൾ ആദ്യം വീഡിയോ എടുത്തപ്പോൾ കണ്ടില്ലേ, ആ കോർട്ട്യാർഡിലേക്ക് നമുക്ക് ഡൈനിങ് സ്പേസിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഡോറ് തുറന്ന് നമുക്ക് ആ കോർട്ട്യാർഡ് സ്പേസിലേക്ക് ഇറങ്ങാവുന്നതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ടൈലുകൾ നല്ല എന്താ പറയുക, മുറ്റത്ത് വിരിക്കുന്ന ടൈലുകളാണ്. ഭംഗിയിൽ തന്നെ നല്ല ഗ്രിപ്പുള്ള ടൈല് നൽകിയിട്ടുണ്ട്. ഈ ഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞാണ്. വീണ്ടും വീടിൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ മുകളിലത്തെ നിലയിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പുകൾക്ക് ഹൈറ്റ് വളരെ കുറവാണ്. നല്ല ലെങ്ത്തിലായതുകൊണ്ട് ഹൈറ്റ് കുറച്ച് പ്രായമുള്ള ആളുകൾക്ക് വരെ കയറി പോകാവുന്ന രീതിയിൽ, ഈസി ആയിട്ട് കയറി പോകാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡിലാണ് വരുന്നത്. എൻ്റെ ആ പോളിഷ് വർക്ക് കഴിഞ്ഞപ്പോൾ നല്ല ആ വുഡിൻ്റെ ഡിസൈൻ നമുക്ക് കാണാം. തേക്കൂട്ടാണ്. അപ്പോൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയയാണ്. വലിയൊരു സ്പേസ് തന്നെ നമുക്കിവിടെ അവൈലബിൾ ആകുന്നുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പില്ലർ കാണാം. ഇവിടെ ഹാൻഡ് റെയിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഇങ്ങോട്ട് നോക്കി നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കിയാൽ വലിയ ഒരു വിൻഡോ, ഗ്ലാസ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. അത് ഫിക്സഡാണ്. അതുകൊണ്ട് തന്നെ അതുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ലൈറ്റ്
ഇതിലിപ്പോൾ ലൈറ്റ് ഇല്ലെങ്കിൽ പോലും നാച്ചുറൽ ലൈറ്റ് ധാരാളം നാച്ചുറൽ ലൈറ്റ് വീടിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. അപ്പർ ലിവിങ് ഏരിയ നോക്കിയാൽ തന്നെ അറിയാം, നമുക്ക് വലിയൊരു ഏരിയ തന്നെ ഈ അപ്പർ ലിവിങ് സ്പേസ് ആയിട്ട് അവൈലബിൾ ആണ്. ഇവിടെ ഒരു ജനൽ, ഇവിടെയും ഒരു ജനൽ വരുന്നുണ്ട്. ഇവിടെ ഒരു ബീം പോകുന്നുണ്ട്. അതിന് ബീമും ഈ പില്ലറും എല്ലാം വുഡൻ ഇത് ഒട്ടിച്ചിരിക്കുകയാണ്, വുഡൻ പാനലിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് കാണാം. ഇവിടെ ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമും ഏകദേശം സെയിം സ്പേസ് തന്നെയാണ്. ഇവിടെ ജനൽ, ഇവിടെ വാർഡ്രോബുകൾക്ക് വേറെ കളറൊന്നും ഉപയോഗിച്ചിട്ടില്ല. വുഡൻ ഡിസൈനിൽ വരുന്ന വാർഡ്രോബുകൾ തന്നെയാണ് വരുന്നത്. ഇത് ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ ടൈലുകൾ എല്ലാ ബാത്റൂമിലും വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഷവർ, ഇവിടെ ക്ലോസറ്റ്, വാഷ് ബേസിൻ. ഇനി ഒരു ബെഡ്റൂം കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ്. ആ ബെഡ്റൂം ഇതാണ്. നല്ലൊരു ബെഡ്റൂം. അപ്പോൾ 4 ബെഡ്റൂമുകളുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെ ഈ ബെഡ്റൂമിനും അവൈലബിൾ ആണ്. ജനൽ വരുന്നുണ്ട്. ഈ ഭിത്തിയിൽ വാർഡ്രോബും വരുന്നുണ്ട്. ഇവിടെ ബാത്റൂമാണ്. ബാത്റൂം നീളത്തിലുള്ള ഒരു ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 ഡിഫറെൻറ്റ് കളറിലുള്ള ടൈല്, ഒരു ഗ്ലാസ് പാർട്ടീഷനും കൂടി ഇവിടെ ചെയ്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ ബാൽക്കണി സ്പേസിലേക്കാണ് പോകേണ്ടത്. ബാൽക്കണി സ്പേസ് ഇവിടെയാണ് വരുന്നത്. വലിയ ബാൽക്കണി തന്നെയാണ് വരുന്നത്. 2 വീടുകളാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ടും ഒരേ സ്ക്വയർ ഫീറ്റ് തന്നെ വരുന്ന വീടുകളാണ്. ഈ ഡോർ തുറന്നാൽ ബാൽക്കണിയിലേക്ക് പ്രവേശിക്കാം. ഇതാണ് ബാൽക്കണി. ഇവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഒരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 പില്ലർ വരുന്നുണ്ട്. ഈ പില്ലറിൽ ക്ലാഡിംഗ് ടൈലുകൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് മുകളിലേക്ക് ടെറസിലേക്ക് പോകാനുള്ള ഗോവണിയാണ് ചെയ്തത്. 7 സെൻറ്റ് സ്ഥലത്ത് 2948 സ്ക്വയർ ഫീറ്റ്, ഏകദേശം 3000 സ്ക്വയർ ഫീറ്റിനടുത്തുള്ള ഒരു വീടാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏകദേശം ഒരു 6 വാഹനം മിനിമം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആകുന്നുണ്ട്. കിണർ വെള്ളമുണ്ട്, KW വാട്ടർ കണക്ഷൻ ഉണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ, ഒരു ചെറിയ കമ്മ്യൂണിറ്റിയിലാണ് വില്ല വരുന്നത്. 2 വില്ലകളാണ് ഒരേപോലെ ഉള്ളത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ വീടിന് ചോദിക്കുന്ന വില 1,40,00,000 രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 6 കിലോമീറ്റർ മാത്രമാണ് ദൂരം. മെഡിക്കൽ കോളേജ്, അങ്ങനെ ജുഡീഷ്യൽ സിറ്റി എല്ലാം വളരെ അടുത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 3-4 കിലോമീറ്ററിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജൊക്കെ വരുന്നുണ്ട്. അപ്പം നല്ല പ്രൈസ് ഹൈക്ക് ലഭിക്കുന്ന ഒരു ഏരിയയിലും കൂടിയാണ് ഈ വീടുള്ളത്. ഈ വീട് കാണാൻ, ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.